ഇപ്പോൾ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹരിയാനയിലെ സിർസയിൽ അവിടെ ഒരു ഫത്ത മിസൈൽ, പാകിസ്ഥാന്റെ ഫത്ത മിസൈൽ, അത് ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്തതാകാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഫത്ത മിസൈൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്, ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തകർക്കുന്നു. ഇതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട്. ഇതിൽ ശ്രീനഗറിന് സമീപം പതിച്ച 2 യുദ്ധവിമാനങ്ങളുടെ അതിലുള്ള പൈലറ്റുകൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്നൊരു F-16 യുദ്ധവിമാനമാണ് രാജസ്ഥാനിൽ പതിച്ചിട്ടുള്ളത്. ഈ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ ശക്തമായി തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുകയാണ്. പാകിസ്ഥാനിൽ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സൗദി അറേബ്യയിലെ വിദേശകാര്യ ഉപമന്ത്രി കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ പാകിസ്ഥാനിലേക്കാണ് പോയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടുങ്ങി വിറച്ചിരിക്കുകയാണ്. കാരണം തുടർച്ചയായി അവർ ഡ്രോൺ ആക്രമണം നടത്തി. അതിന് ഇന്ത്യ തക്കതായ മറുപടി നൽകി. രാവിലെ 10 മണിക്ക് സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും വിശദ വിവരങ്ങൾ അറിയാനാവുക. 10 മണിക്ക് തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം, സൈനിക മേധാവികളുടെയും സംയുക്ത സൈനിക മേധാവിയുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാനാകട്ടെ പ്രത്യാക്രമണം തുടങ്ങി എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവർ ഒരു ഉറച്ച മതിൽ എന്ന അർത്ഥം വരുന്ന വാക്കാണ്, ഉറുദു വാക്കാണ് ഇതിനായി, അറബി വാക്കാണ് ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. ശക്തമായി ഇന്ത്യ തിരിച്ചടി തുടരുകയാണ്. നിയന്ത്രണ രേഖയ്ക്കപ്പുറം നിന്നുള്ള അവരുടെ വെടിവെപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ 24-ൽ നിന്ന് ലഭിക്കും. അതിനായി വിവിധ പാകിസ്ഥാനുമായി അതിർത്തിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 24-ന്റെ റിപ്പോർട്ടർ സംഘം, രാജസ്ഥാനിൽ നിന്ന് ജയ്സാൽമർ, ബാമർ, ശ്രീഗംഗാനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി അവിടെ നിന്ന് അനിൽ വാസുദേവൻ, പഞ്ചാബിൽ മേഖലയിലുള്ള നിരവധി ജില്ലകൾ, തരൺ മുതൽ അമൃത്സർ, ജലന്ധർ, ഫിറോസ്പൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നതിനായി വിനീത VG, ജമ്മു മേഖലയിൽ നിന്നുള്ള സിയാൽകോട്ട്, പൂഞ്ച്, രജൌറി മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നതിനായി ശ്രീനാഥ് ചന്ദ്രൻ, കശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് ബൽറാം നെടുങ്ങാടി, ഇങ്ങനെ ഏറ്റവും ശക്തമായ റിപ്പോർട്ടർ സംഘത്തെ കൂടി പ്രേക്ഷകർക്ക് ആധികാരികമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി 24 വിന്യസിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. അനു പറപ്പള്ളി പറയുന്നു 24 ആണ് ലോകത്തിലെ ഏറ്റവും സൂപ്പർ ചാനൽ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല SKN എന്ന് പറഞ്ഞ്. അനുവേ, നമ്മുടെ കാര്യം വേറെ ആര് പറയും? അനുവ് എഴുന്നേറ്റ് എന്ന് പറയൂ. അതല്ലേ പ്രശ്നം. മാത്രമല്ല, നമ്മൾ ചില നിലപാടുകൾ പ്രത്യേകിച്ച് ആളുകളെ അറിയിക്കണം. നമ്മൾ നിസ്സഹായമായി നോക്കി നിലപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ നമ്മൾ നിസ്സഹായമായി നോക്കി നിന്നാൽ അവരടിച്ചു കയറില്ലേ? അപ്പോൾ നമ്മളതിനെ പ്രത്യാക്രമണത്തിലൂടെ തകർക്കുക അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അപ്പം നമുക്കും ഇതുപോലെ ഡ്രോൺ ആക്രമണങ്ങൾ വരും നമ്മുടെ മാധ്യമ ജീവിതത്തിൽ. അതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സഹിക്കുക. അതിന് വിജയകുമാർ കൂടി നമുക്കൊപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേർന്നു. വിജയകുമാർ, വിവരങ്ങൾ. ഈ അൽ ജസീറ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ജസീറയോട് പാകിസ്ഥാന്റെ മിലിറ്ററി വക്താവ് പറഞ്ഞത്, പാകിസ്ഥാനി മിലിറ്ററി സെഡ് സ്ട്രൈക്സ് ഹാവ് ബീൻ ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ മിലിറ്ററി സൈറ്റ്സ് ആഫ്റ്റർ 3 എയർ ബേസസ് വെർ ടാർഗറ്റഡ് ബൈ ഇന്ത്യൻ ഫോഴ്സസ്, അക്യൂസിംഗ് ഇന്ത്യ ഓഫ് യൂസിംഗ് എയർ ടു സർഫസ് മിസൈൽ ഫ്രം വാർ പ്ലെയിൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ യുദ്ധവിമാനത്തിൽ നിന്ന് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് അവരുടെ 3 എയർ ബേസുകൾ തകർത്തു. അവരുടെ എയർഫോഴ്സിൻ്റെ 3 എയർ ബേസുകൾ തകർത്തു എന്ന് അവർ പറയുകയാണ്. അതിന് മറുപടി തുടങ്ങി എന്നാണ് ഇപ്പോൾ അൽ ജസീറയോട് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ അവരെന്തോ സൈനിക നടപടി എന്ന മട്ടിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു എന്നാണ് സൈനിക വക്താവ് തന്നെ അൽ ജസീറയോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാനിൽ ഒട്ടും പന്തിയല്ല സാഹചര്യങ്ങൾ എന്ന് പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഇന്ധനക്ഷാമത്തിൻ്റെയും വിവരങ്ങളാണ് വരുന്നത്. അവരുടെ ഇന്ധന എന്ന് വെച്ചാൽ പെട്രോൾ പമ്പുകൾ പലയിടത്തും അടയ്ക്കുന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം സ്റ്റോക്കില്ല എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. പാനിക്കാണ് അവിടുത്തെ ജനങ്ങൾ എന്ന വിവരം കൂടി വരുന്നുണ്ട്. തന്നെയല്ല SKN, ഈ ഹരിയാനയിൽ ഇന്നലെ തകർത്ത ഫത്ത 1 എന്ന് പറയുന്ന പാകിസ്ഥാന്റെ മിസൈൽ, അത് ഫത്ത 1 അവരുടെ വലിയ മിസൈലുകളിൽ ഒന്നാണ്. അവർ വലിയ ആഘോഷത്തോടെ ലോഞ്ച് ചെയ്തതാണ് ഫത്ത 1.
ആ മിസൈലാണ് ആകാശത്തുനിന്ന് ഇന്ത്യ തകർത്തത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനാണ് ആ മിസൈൽ വന്നത് എന്നാണ് വിവരം. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പരീക്ഷിക്കാൻ നടത്തിയ ശ്രമത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഹരിയാനയിൽ വെച്ച് തന്നെ ആ മിസൈൽ തകർന്നു വീണിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ഉചിതമായ അതേ നിലയിലുള്ള തിരിച്ചടി ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ വിവരങ്ങളായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പുറത്തു വരാൻ പോകുന്നത്. സ്കേ ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശ്രീനഗറിൽ നിന്ന് നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ അവിടെ അതിർത്തികളിലൊക്കെ തന്നെ ഷെല്ലാക്രമണം കരുത്താറിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങളെയൊക്കെ തന്നെ ഇന്ത്യൻ സേന ചെറുത്ത് തോൽപ്പിക്കുന്നുവെന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ ഇന്ത്യ അടിച്ചു തകർത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ജമ്മു സെക്ടറിലെ BSF പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു എന്നൊരു വാർത്തയും കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN, ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിലെ ലെസ്ജാൻ എന്ന സ്ഥലത്താണ്. ഇതൊരു ജനവാസ മേഖലയാണ്. ഇവിടെയാണ് അല്പസമയം മുമ്പ് നമ്മൾ വാർത്ത നൽകിയിരുന്നു, പാകിസ്ഥാന്റെ ശ്രീനഗർ ലക്ഷ്യമാക്കിയെത്തിയ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ, ഇജക്ഷൻ ഭാഗങ്ങൾ വീണത് ഈ പ്രദേശത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഇജക്ടർ വീണ് ഈ വീടിൻ്റെ തറ ഏതാണ്ട് തകർന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ നിന്നും. എന്നാൽ ആ ഭാഗങ്ങൾ എല്ലാം തന്നെ ഈ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് ഇവിടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു.